അസ്സലാമലൈക്കും. നമ്മുടെ മുന്നിലേക്ക് ഒരു പുതുവർഷം കടന്നു വരികയാണ്. അതായത് മുഹറം. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു മാസമാണ് മുഹറം. ആ മുഹറം മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന 19 ആയത്തുകളടങ്ങിയ ഇത് നിങ്ങളൊരു വെള്ള പേപ്പറിൽ 113 തവണ സുബഹി നമസ്കാരത്തിന് ശേഷം എഴുതി വെക്കുക. അതിനുശേഷം ആയത്തുൽ കുർസിയും അതിൻ്റെ ദുആയും ചെയ്യുക. പിന്നെ ഇതിൽ കൊടുത്ത ദിക്റുകൾ ചൊല്ലുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ അത് മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് വുളുവോടുകൂടി കിബിലക്ക് മുന്നിട്ട് വേണം നിങ്ങളിത് എഴുതാൻ. കൂട്ടി അക്ഷരങ്ങളായിട്ട് എഴുതി പോയത് ഒറ്റ അക്ഷരത്തിൽ തന്നെ നിങ്ങളിത് എഴുതണം. എന്ത് തന്നെ പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വർഷം അത് മാഞ്ഞു പോകും, പ്രയാസങ്ങളെല്ലാം നീങ്ങിപ്പോവും. അത്രയും നല്ല ഒരു കാര്യമാണ് ഇത് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ. ഇനി അഥവാ ഇത് എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 113 തവണ ഉരുവിടുക സുബഹി നമസ്കാരത്തിന് ശേഷം കിബിലക്ക് മുന്നിട്ട്. അതിനുശേഷം ഇതിൽ കൊടുത്ത ആയത്തുൽ കുർസിയും അതിൻ്റെ ദുആയും ചെയ്യുക. പറ്റാത്തവർ എഴുതാൻ പറ്റുന്നവർ എഴുതുക തന്നെ വേണം കേട്ടോ. നിരവധി നബിമാരെ അള്ളാഹു ആദരിച്ചൊരു മാസം കൂടിയാണ് നമ്മുടെ മുഹറം മാസം. ഒരുപാട് പ്രയാസങ്ങൾ നിഷ്പ്രയാസം മറികടക്കാനുള്ള ഒരു നല്ല മാസം കൂടിയാണ് ഈ മുഹറം. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെയുള്ള ശ്രേഷ്ഠമായൊരു നോമ്പാണ് മുഹറം മാസത്തിലേത്. അതിൽ 9ഉം 10ഉം നോമ്പും പ്രത്യേകം സുന്നത്തുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തെറ്റാതെ നല്ല ഹിലാസോടു കൂടി അതിൻ്റെ വൃത്തിക്ക് ചെയ്യുക. നിങ്ങൾ എന്തെല്ലാണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. എഴുതിയ കടലാസ് വളരെ സുരക്ഷിതമായി നല്ലൊരു സ്ഥലത്ത് എടുത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു ഹൈറായ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു വർഷം അള്ളാഹു നമുക്ക് ഏകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.